ഹലോ, ഞാനിപ്പോഴേ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുക കേട്ടോ. നമുക്ക് കുറച്ച് അപ്പച്ചന്മാരൊക്കെ ഉണ്ടല്ലോ ചായ കൊടുക്കാൻ, അവർ നോക്കിയിരിക്കും രാവിലെ ഇച്ചിരി ചൂടുവെള്ളം കുടിക്കാൻ. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നത് ഒരു ഹിന്ദിക്കാരൻ്റെ മോനെയും കൊണ്ട് വന്നതാണ് കേട്ടോ. അവർക്ക് ആരോ പറഞ്ഞു കൊടുത്തിട്ട് കൊച്ചിന് മഞ്ഞപ്പിത്തമാണ്. അപ്പോൾ അവർ നമ്മളൊക്കെ പണ്ട് നമ്മുടെ മാതാപിതാക്കളെ കണക്ക് മൂത്രത്തിൽ ഇത്തിരി ചോറോ ഒക്കെ ഇട്ട് നോക്കുന്നു. അതേപോലെ അടുത്തൊരു മലയാളി പറഞ്ഞിട്ട് ആ ഫാമിലി അതേപോലെ ചെയ്തു. അപ്പം മഞ്ഞപ്പിത്തം ഉണ്ട്, ചോറിൽ മഞ്ഞ കളർ കയറി പിടിച്ചു. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു, ഒറ്റമൂലി കഴിച്ചാൽ മതി പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഒരു ഒറ്റമൂലി, അതായത് കീഴാർ നെല്ലി എന്ന് പറയുന്ന ആ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അത് കാണിച്ചു കൊടുത്തു കേട്ടോ. കാണിച്ചു കൊടുത്തിട്ട് പാലിൽ അരച്ച് കൊടുക്കാൻ പറഞ്ഞു. മുട്ടായി അരച്ച് അതൊന്നും കൊടുക്കരുത്, എരിവും പുളിയും ഒന്നും കൊടുക്കരുതെന്നൊക്കെ ആ കാണിച്ചു കൊടുത്ത് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പോയിട്ട്, അപ്പോൾ ഇയാൾക്ക് ജോലിക്ക് പോകണം 3-ാമത്തെ ദിവസം. അപ്പോൾ ഭാര്യ പോയിട്ട് പറിച്ചുകൊണ്ട് വന്നത് അതേപോലെ സെയിമായിട്ട് എന്തോ ഒരു സാധനമാണെന്ന് പറഞ്ഞു. അതാണെന്ന് ഭാര്യ പറയുന്നു. പക്ഷെ അതല്ല ആ മോൻ പറഞ്ഞു കേട്ടോ. മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ്. എന്നിട്ടും അമ്മ അത് അറിവില്ലായ്മ കൊണ്ട് ചതച്ച് അതിൻ്റെ നീരെടുത്ത് കുഞ്ഞിന് കൊടുക്കും. ദേഹമല്ല തിണർത്ത് പൊള്ളി പൊങ്ങി വരുകയും ഛർദിലും തലകറക്കും ഒക്കെ ആയിട്ട് ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അപ്പം ഞാൻ പറഞ്ഞ അറിയാത്തതും ആരെങ്കിലും പറഞ്ഞു തരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്രയും വിശ്വാസത്തോടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണമില്ലേ. അതൊന്നും ചെയ്യാതെ ഏതോ ഒരു മരുന്ന് കാണിച്ചു കൊടുത്തു എന്ന് വരില്ല. അപ്പം അതിൻ്റെ അച്ഛൻ വന്നിട്ടും പറയുന്നു ഈ ഭാര്യ പറിച്ച അതേ മരുന്നാണ് പറിച്ച് കുട്ടിക്ക് കൊടുത്തോണ്ട് ഇപ്പം 4 ദിവസമായി കുഞ്ഞിന് കൊടുത്തോണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഇത് പറഞ്ഞ വീടിൻ്റെ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ കെട്ടിടം പണിക്ക് പോകുന്ന ആ ചേട്ടന് ഹോസ്പിറ്റലിൽ വന്ന ആ ചേട്ടൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഞാൻ കീഴാർനെല്ലിയാണ് കൊടുത്തതെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം കീഴാർനെല്ലി ചില വളമുള്ള മണ്ണിലൊക്കെ കുറച്ചുകൂടിയൊക്കെ ഹൈറ്റിൽ വളരും കേട്ടോ. നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ അതിലൊക്കെ എത്രയും പൊക്കത്തിൽ വളരും. അല്ലെങ്കിൽ ചെറിയ ചെറിയ പുൽനാമ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ തണ്ടിൽ കുറേ കുരൂരാന്നേൽ, അതേപോലെ തന്നെ കുറേ പ്രായമായി കഴിഞ്ഞാൽ അതിന് കുരൂര പോലെയുള്ള കായ്ക്കളൊക്കെ ഉണ്ട്. എനിക്കറിയാം കേട്ടോ. അപ്പോൾ അത് കൊടുത്തപ്പോൾ കുറച്ച് കുട്ടിക്ക് എന്താ പറയുന്നത്, നമ്മൾ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊന്നും ചെയ്യരുത് അല്ലേ. നമ്മളാരും ഒരു ഡോക്ടറിനെ കാണുക, എന്ത് അസുഖം വന്നാലും പണ്ടത്തെ കണക്കല്ല. നമ്മുടെ ഭക്ഷണത്തിലും ജീവിത രീതിയിലും ഒക്കെ ഒരുപാട് വിഷാംശമുണ്ട്. അതൊന്നും നമ്മൾ ചിലപ്പോൾ എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും നമുക്കതൊന്നും വാല്യൂബിൾ ആവില്ല. നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ ദേഹത്തേക്ക് കുറച്ചൊക്കെ വിഷാംശം ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അറിവില്ലായ്മ മൂലം ചെല്ലുക എന്ന് പറയുന്നത് അത് വളരെ കഷ്ടമാണ്. അപ്പോൾ എന്ത് അസുഖം ഉണ്ടല്ലോ ഡോക്ടർമാരെ കാണുക നിങ്ങൾ കേട്ടോ. അതല്ലേ നല്ലത്. നമ്മുടെ ജീവനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനും ഒക്കെ അത് തന്നെ നല്ലത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ തിരിച്ച് വീട്ടിലെത്തി.